കോയിക്കാർപ്പ്, ഗപ്പികൾ, മോളികൾ തുടങ്ങിയ അലങ്കാരമത്സ്യങ്ങളെ വളർത്താനും ആമ്പൽ പോലെയുള്ള ജലസസ്യങ്ങൾ വളർത്താനും അത്ര ചെലവില്ലാതെ കുളങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 6 മണിക്കൂർ എങ്കിലും നല്ല വെയിൽ കിട്ടുന്നവയായിരിക്കണം ഈ കുളങ്ങൾ. അതിനനുസരിച്ച് അനുയോജ്യമായ സ്ഥലത്ത് വേണം കുളങ്ങൾ നിർമ്മിക്കുന്നതിനായി തെരഞ്ഞെടുക്കാൻ. അധികം കരിയില വീഴാത്ത സ്ഥലങ്ങൾ വേണമെന്നു പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുളത്തിനോട് തൊട്ടുചേർന്ന് മരങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2 മുതൽ 4 അടി വരെ ആഴത്തിലുള്ള കുളങ്ങൾ നിർമ്മിക്കാം. ഉൾവശം കോണാകൃതിയിലായിരിക്കുന്നത് നല്ലതാണ്. കുളത്തിലെ ചെളിയും മറ്റും നടുവശത്തായി അടിഞ്ഞുകൂടുന്നതിനും പുറത്തേക്കുള്ള ഒരു വാൽവ് ഉപയോഗിച്ച് ചെളി എളുപ്പത്തിൽ നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കും. കുളത്തിന്റെ ആകൃതിയും വലിപ്പവും നേരത്തെ തന്നെ നിശ്ചയിക്കണം. കൃത്യം വട്ടത്തിലാണെങ്കിൽ നടുവിലായി ഒരു കുറ്റിയടിച്ച് കയർ വലിച്ചുകെട്ടി കുളത്തിന്റെ രൂപം വരച്ചെടുത്തതിനുശേഷം മണ്ണ് നീക്കിത്തുടങ്ങാം. വലിയ കുളങ്ങളാണെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കാം. 14.5 അടി ചുറ്റളവും ശരാശരി 2.5 അടി ആഴവുമുള്ള കുളം നിർമ്മിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. 6 പേരുടെ പണികൊണ്ടാണ് ഈ കുളം പൂർത്തിയാക്കിയത്. അധികം കട്ടിയില്ലാത്ത മണ്ണാണെങ്കിൽ ഈ വലിപ്പത്തിലുള്ള കുളത്തിനായി 3 ആളുകൾ ഒരു ദിവസം കൊണ്ട് മണ്ണ് നീക്കം ചെയ്യൂ. 2 ആൾ മണ്ണിളക്കി കോരിക്കൊടുക്കുകയും കരയിൽ നിന്ന് ഒരാൾ അത് വാങ്ങി മാറ്റിയിടുകയും വേണം. ഉൾഭാഗത്തുനിന്ന് മണ്ണ് മുഴുവനായി നീക്കം ചെയ്തതിനുശേഷം കല്ലും കട്ടയും വേരുകളും കുളത്തിലേക്ക് തള്ളി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. വശങ്ങളിലെ കല്ലും വേരുകളും മറ്റും നീക്കം ചെയ്ത കുഴികളുണ്ടെങ്കിൽ മണ്ണ് അല്പം വെള്ളം ചേർത്ത് നനച്ച് അടച്ചെടുക്കണം. ദറയും അതുപോലെ തന്നെ നിരപ്പാക്കണം. അതിനുശേഷം മണ്ണ് അടർന്നു വീഴാതിരിക്കാനും വെള്ളം താങ്ങി നിൽക്കുന്നതിനുള്ള ബലം കിട്ടുന്നതിനുമായി അടിച്ചുറപ്പിക്കണം. വശങ്ങളിലെ ഭിത്തികൾക്ക് 45 ഡിഗ്രിയെങ്കിലും ചെരിവുണ്ടാകുന്നത് നല്ലതാണ്. തടികൊണ്ടോ ലോഹം കൊണ്ടോ ഉള്ള നിലംതല്ലി ഉപയോഗിച്ച് വശങ്ങൾ അടിച്ചുറപ്പിക്കാം. അവ ലഭ്യമല്ലെങ്കിൽ വീതിയും ബലവുമുള്ള മടൽ ചെത്തിയെടുത്ത് ഉൾവശം അപ്പാടെ തല്ലിയുറപ്പിക്കും. അല്പം വെള്ളം തളിച്ച് അടിച്ചുറപ്പിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പഴയ ഗ്രീൻ നെറ്റ് അല്ലെങ്കിൽ ജിയോടെക്സ്റ്റൈൽ ഉപയോഗിച്ച് പൊതിയണം. ഇതിനായി ആവശ്യമായ വലിപ്പത്തിൽ ഗ്രീൻ നെറ്റ് മുറിച്ചെടുക്കൂ. വലിയൊരു പാത്രത്തിൽ സിമന്റ് കലക്കിയെടുത്ത് അതിൽ ലീക്ക് പ്രൂഫിംഗിനായുള്ള കോമ്പൗണ്ട് ചേർത്ത് യോജിപ്പിച്ച് ഗ്രീൻ നെറ്റ് പൂർണ്ണമായും മുക്കിയെടുക്കൂ. ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണിത്. അതിനുശേഷം സിമന്റിൽ കുതിർത്ത ഗ്രീൻ നെറ്റ് തല്ലിയുറപ്പിച്ച മണ്ണിനോട് ചേർത്തു പതിപ്പിക്കണം. നെറ്റ് കഷ്ണങ്ങൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് സിമന്റ് കുറുക്കിയൊഴിച്ച് യോജിപ്പിക്കണം. ചണച്ചാക്ക് മുറിച്ചെടുത്ത് സിമന്റിൽ മുക്കിയും കുളത്തിന്റെ വശങ്ങളിൽ പതിപ്പിക്കാം. കുളത്തിന്റെ അടിവശത്തായി ഏറ്റവും താഴ്ന്ന തലത്തിൽ ഒരു PVC പൈപ്പ് ഘടിപ്പിക്കണം. വെള്ളം വാർന്നുപോകുന്നതിനു വേണ്ടിയാണിത്. ഈ പൈപ്പിന്റെ അറ്റത്തായി ഒരു വാൽവ് ഫിറ്റ് ചെയ്താൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമാവൂ. 10 മീറ്റർ ഗ്രീൻ നെറ്റ്, 2 ചാക്ക് സിമന്റ്, വാൽവ്, പൈപ്പ്, സിമന്റിംഗ് കോമ്പൗണ്ട് എന്നിവയാണ് ഈ കുളത്തിനായി ആവശ്യമായി വന്നത്. 6 പേരുടെ പണിക്കൂലിയും വേണ്ടിവന്നു. ഇതിനു പകരം ഫെറോസിമന്റ് സാങ്കേതികവിദ്യയിൽ ചെയ്യുന്നതുപോലെ വലിപ്പം കുറഞ്ഞ 6 mm കമ്പി 6 ഇഞ്ച് അകലത്തിൽ ചുറ്റുപാടുമായി പാകിയുറപ്പിക്കാം. 24 ഗേജ് ചിക്കൻ മെഷാണ് നല്ലത്. കുളത്തിന്റെ വശങ്ങളിലായി ഇവ ഉറപ്പിച്ചതിനുശേഷം ചാന്ത് തേച്ചു കൊടുക്കണം. 1 ഭാഗം സിമന്റും 2 ഭാഗം മണലും എന്ന അനുപാതത്തിൽ വേണം ചാന്ത് ഉപയോഗിക്കാൻ. അടിവശത്തും വശങ്ങളിലും 1 ഇഞ്ച് കനത്തിൽ തേച്ചു പിടിപ്പിക്കാം. എന്നാൽ ഗ്രീനെറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ ചെലവ് ഇതിന് കൂടുതലായിരിക്കുമെന്ന് അറിയാമല്ലോ. എല്ലാ വശങ്ങളിലും ഗ്രീനെറ്റ് ഉറപ്പിച്ച് വിടവുകൾ അടച്ചതിനുശേഷം സിമന്റ് സെറ്റ് ആകാൻ അനുവദിക്കും. അതിനുശേഷം വെള്ളം ചെറുതായി തളിച്ചുകൊടുക്കാം. സിമന്റ് സെറ്റായി എന്ന് ബോധ്യപ്പെട്ടാൽ കുളത്തിൽ വെള്ളം നിറയ്ക്കാം. 3 ദിവസമെങ്കിലും വെള്ളം കെട്ടിനിർത്തിയ ശേഷം വാർന്നുകളയണം. സിമന്റിന്റെ പുളിപ്പ് മാറുന്നതിനാണ് ഇത്. വീണ്ടും വെള്ളം നിറയ്ക്കണം. ഇത് 2-3 പ്രാവശ്യം ആവർത്തിക്കാം. അതിനുശേഷം ചെടിച്ചട്ടിയിലോ പാത്രത്തിലോ മണ്ണ് നിറച്ച് ആമ്പൽ പോലെയുള്ള ജലസസ്യങ്ങൾ നട്ടുവളർത്താം. വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന അസോള, വാട്ടർ കാബേജ്, ഡക്ക് വീഡ് തുടങ്ങിയ ചെടികളും ഇട്ടുകൊടുക്കാം. വെള്ളത്തിന് പുളിയില്ലെന്നും മീനുകൾക്ക് അനുകൂലമായ pH ആണെന്നും ഉറപ്പാക്കിയതിനും ശേഷം 1000 ലിറ്ററിന് 1 കിലോ എന്ന തോതിൽ ഉപ്പുകല്ല് ചേർത്ത് കൊടുക്കാം. അധികം വലിപ്പം വയ്ക്കാത്ത ഏതുതരം മീനുകളെയും ഇത്തരം കുളത്തിൽ വളർത്താം. ഏതു രൂപത്തിലും കുളം തീർക്കാം എന്നതാണ് മെച്ചം. പൂന്തോട്ടങ്ങൾക്ക് ഭംഗി കൂട്ടാനും അലങ്കാരത്താറാവുകൾക്ക് കുളിക്കാനുള്ള കുളമായും ഇവ ഉപയോഗിക്കാം. പൂന്തോട്ടങ്ങളോട് ചേർന്ന് അധികം വീതിയില്ലാതെ നീളത്തിൽ ഇത്തരം കുളങ്ങൾ നിർമ്മിച്ച് കോയിക്കാർപ്പുകളെ വളർത്തിയാൽ ഏറെ ആകർഷകമായിരിക്കും. കുളങ്ങൾക്ക് ചുറ്റുമായി ഭംഗിയുള്ള പാറക്കല്ലുകൾ അടുക്കിവച്ച് മനോഹരമാക്കാം. ഒരു വശത്തായി ചെറിയൊരു വെള്ളച്ചാട്ടവും ഫൗണ്ടനും ലൈറ്റിംഗും ഒരുക്കാം. For more such videos, please like and subscribe the channel.